നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. പെർസ്പെക്റ്റീവ്സ് ഓൺ ഹ്യൂമൻ റൈറ്റ്സ് എന്ന പേപ്പറിലെ തേർഡ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. തേർഡ് ബ്ലോക്കിന്റെ പേര് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് വൾണറബിൾ ഗ്രൂപ്പ് എന്നാണ്. നമ്മുടെ സമൂഹത്തിലെ അബലരായിട്ടുള്ള പല വിഭാഗങ്ങളുണ്ട്. അതിൽ ഓരോ വിഭാഗത്തിന്റെയും മനുഷ്യാവകാശങ്ങളെ സംബന്ധിക്കുന്നതാണ് ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ ആദ്യത്തെ യൂണിറ്റിൽ നമ്മൾ വുമൺ ആൻഡ് ചിൽഡ്രൻ, അതായത് സ്ത്രീകളുടെയും കുട്ടികളുടെയും മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ മനുഷ്യാവകാശങ്ങള്, ദുർബല വിഭാഗങ്ങളുടെ മനുഷ്യാവകാശ സംരക്ഷണത്തിൽ ബന്ധപ്പെട്ട അതോറിറ്റികൾ വളരെ ഗൗരവത്തോടെ കാണുകയും പ്രത്യേകമായിട്ടുള്ള പരിഗണനയും പരിരക്ഷയും നൽകുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം അവർ ദുർബല വിഭാഗങ്ങളായതുകൊണ്ട് അവർക്ക് സ്വമേധയാ ഇത്തരം മനുഷ്യാവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിനൊക്കെയുള്ള കഴിവ് താരതമ്യേന കുറവായിരിക്കും. അപ്പോൾ അവർക്ക് പലതരത്തിലുള്ള മനുഷ്യാവകാശ ധ്വംസനങ്ങൾ നേരിടേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും മനുഷ്യാവകാശ സംരക്ഷണം കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത്. അപ്പോൾ പലതരത്തിലുള്ള വിവേചനത്തിനും ചൂഷണത്തിനും സ്ത്രീകളും കുട്ടികളും ഇരകളാവുന്നുണ്ട്. അപ്പോൾ ഇതില് നമ്മൾ ആദ്യമായിട്ട് സ്ത്രീകളുടെ മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സ്ത്രീകളുടെ മനുഷ്യാവകാശങ്ങൾ. സ്ത്രീകളുടെ മനുഷ്യാവകാശങ്ങളുടെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ, ഒന്നാമത്തേത് തീർച്ചയായിട്ടും ഏതൊരു മനുഷ്യ ജീവിക്കും ആദ്യമായിട്ട് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള മനുഷ്യാവകാശം എന്ന് പറയുന്നത് ജീവിക്കാനുള്ള അവകാശം തന്നെയാണ്. രണ്ടാമത്തേത് സമത്വത്തിനുള്ള അവകാശമാണ്. അതായത് സമൂഹത്തില് പുരുഷന്മാരെ പോലെ അല്ലെങ്കിൽ മറ്റു എല്ലാ ആളുകളെയും പോലെ തുല്യമായിട്ടുള്ള അവസരങ്ങൾക്കും അതുപോലെ തുല്യമായിട്ടുള്ള നീതിയും തുല്യ സ്വാതന്ത്ര്യവും ഒക്കെ അനുഭവിക്കാനുള്ള അവകാശമാണ്. ഇനി മറ്റൊന്ന് വിദ്യാഭ്യാസവും തൊഴിലും ആർജിക്കാനും സ്വത്ത് കൈവശം വയ്ക്കാനും ഗാർഹിക പീഡനത്തിൽ നിന്ന് സംരക്ഷണം നേടുന്നതിനുമൊക്കെയുള്ള അവകാശമാണ്. ഇനി വരുന്നത് പൊളിറ്റിക്കൽ റൈറ്റ്സ് ആണ്, അഥവാ രാഷ്ട്രീയ പങ്കാളിത്തത്തിനുള്ള അവകാശം. അപ്പോൾ ഭരണഘടനാപരമായിട്ട് നമ്മൾ ഈ മേൽപ്പറഞ്ഞ എല്ലാ അവകാശങ്ങളും സ്ത്രീകൾക്ക് ഉറപ്പു നൽകുന്നതിന് പര്യാപ്തമായിട്ടുള്ള നിയമങ്ങള്, വകുപ്പുകള് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഭരണഘടനാപരമായിട്ടുള്ള സംരക്ഷണം ഏതേത് വകുപ്പുകൾ മുഖാന്തരമാണ് നൽകുന്നതെന്നാണ് നമ്മളിനി പരിശോധിക്കുന്നത്. അത് ആർട്ടിക്കിൾ 14 ആദ്യമായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിനു മുൻപ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുത, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്. നമ്മുടെ ഭരണഘടനയുടെ 3-ാമത്തെ ഭാഗം ഡിസ്കസ് ചെയ്യുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചാണ്. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ 12 മുതൽ 35 വരെയുള്ള ഭാഗത്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അതില് 14-ാമത്തെ ആർട്ടിക്കിൾ 14 മുതലാണ് നമ്മുടെ ഭരണഘടന 6 മൗലിക അവകാശങ്ങൾ ഓരോ പൗരനും ഉറപ്പു നൽകുന്നത്. അപ്പോൾ 1-ാമത്തെ മൗലിക അവകാശമായിട്ടുള്ള സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഈ സമത്വത്തിനുള്ള അവകാശം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാ പൗരന്മാർക്കും തുല്യ പരിഗണന നൽകുന്നതാണ് സമത്വത്തിനുള്ള അവകാശം. അത് നിയമത്തിന്റെ മുന്നിലുള്ള പരിരക്ഷയാണ്, അതായത് ഇക്വാളിറ്റി ബിഫോർ ലോ. അതുപോലെ തന്നെ എല്ലാവർക്കും തൊഴിലിൽ സമത്വം നൽകുന്ന അവകാശം വരുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ലിംഗവിവേചനത്തിൽ നിന്നും നമുക്ക് സംരക്ഷണം നൽകുന്ന പ്രൊവിഷൻസ് എല്ലാം തന്നെ ഈ ആർട്ടിക്കിളിൽ കൃത്യമായിട്ട് പ്രസ്താവിക്കുന്നുണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ 14, 15, 16, 15 ലിംഗവിവേചന നിരോധനമാണ്. 16 തൊഴിൽ അവസരങ്ങളിൽ ഉള്ള സമത്വമാണ് പ്രദാനം ചെയ്യുന്നത്. ഇനി ആർട്ടിക്കിൾ 39D, ഈ ആർട്ടിക്കിൾ 39D എന്ന് പറയുന്നത് നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്. DPSPയിലാണ്, നിർദ്ദേശക തത്വങ്ങളിലാണ് ഇത് പറയുന്നത്. അതായത് തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. ഈ തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന് പറയുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ പരിഗണനയും തുല്യ സ്റ്റാറ്റസും ഉറപ്പുവരുത്തുന്നതാണ്. ഇനി മറ്റു പ്രധാന നിയമങ്ങളാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഒന്നാമത്തേത് നമുക്ക് പരിചിതമായിട്ടുള്ള നിയമങ്ങൾ തന്നെയാണ്. അതിനെ ഒന്ന് ഓർഡർ ആക്കിയിട്ട് പറഞ്ഞു വയ്ക്കുന്നു. ഒന്നാമത്തേത് പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 പാസ്സായിട്ടുള്ള നിയമമാണ്. ഗാർഹിക പീഡന നിരോധന നിയമം 2005.
ഇനി ഇതില് സ്ത്രീകൾക്കെതിരെയുള്ള വീടുകളിൽ വെച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള പീഡനങ്ങളിൽ നിന്നും വിവേചനത്തിൽ നിന്നും മാനസികവും ശാരീരികമായിട്ടുള്ള പീഡനങ്ങളിൽ നിന്നും മർദ്ദനങ്ങളിൽ നിന്നൊക്കെ തന്നെ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതാണ് ഈ ഒരു നിയമം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു നിയമമാണ് സെക്ഷൽ ഹരാസ്മെന്റ് ഓഫ് വുമൻ അറ്റ് വർക്ക് പ്ലേസ് പ്രിവെൻഷൻ പ്രൊഹിബിഷൻ ആൻഡ് റിഡ്രസൽ ആക്ട് 2013. അതായത് തൊഴിലിടങ്ങളിൽ വെച്ച് സ്ത്രീകൾ അനുഭവിക്കുന്ന ലൈംഗികമായിട്ടുള്ള പീഡനങ്ങളിൽ നിന്നുള്ള സംരക്ഷണം, അതുപോലെ അത്തരം പീഡനങ്ങൾ ഇല്ലായ്മ ചെയ്യൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ആക്ടില് പറയുന്നത്. 2013 ഈ ഒരു ആക്ട് പാസ്സായിരിക്കുന്നത്. ദെൻ ഇനി നമ്മൾ കുറച്ച് പഴയ ഒരു ആക്ട് ആണ്, നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള 1961 പാസ്സായിട്ടുള്ള സ്ത്രീധന നിരോധന നിയമം, ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ആണ് ഇത്. പിന്നീട് 1992-3 കാലഘട്ടത്തില് വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് മൂവ്മെന്റ്സും അതുപോലെ ഒരുപാട് ഡെവലപ്മെന്റ്സ് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ സ്ഥാപിതമാകുന്നത് 1993. ഇനി അന്താരാഷ്ട്ര സംരക്ഷണമാണ്. നമുക്ക് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട പല കമ്മീഷനുകളും അതുപോലെ പല കൺവെൻഷൻസും ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് കൺവെൻഷൻ ഓൺ ദ എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ എഗെയിൻസ്റ്റ് വുമൺ എന്ന ഒരു കൺവെൻഷനാണ്. അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷന്റെ പല സ്ത്രീ ശാക്തീകരണ പരിപാടികളും നമുക്ക് ഈ ഒരു പരിധിയിൽ ഉൾപ്പെടുത്താനായി സാധിക്കും. അപ്പോൾ നമുക്ക് 5 തരത്തിലുള്ള വെല്ലുവിളികളാണ് സ്ത്രീകൾ നേരിടുന്നത് എന്നാണ് യുണൈറ്റഡ് നേഷൻ കവർ ചെയ്തിരിക്കുന്നത്. ഇതിലൊന്നാമത്തേത് ലിംഗ അസമത്വമാണ്. സ്ത്രീ പുരുഷ വ്യത്യാസം ആണ് അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ഗാർഹിക പീഡനം. ഇനി വേറൊന്ന് ഡൗറി, സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. മറ്റൊന്ന് തൊഴിലിടത്തെ തൊഴിൽ വിവേചനങ്ങൾ. അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ, സ്ത്രീകൾ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ വ്യക്തമായിട്ട് സ്ത്രീകൾക്ക് അതിൽ നിന്ന് പരിരക്ഷ നൽകുന്നതിന് വേണ്ട നിയമങ്ങൾ ഇവിടെ ഉണ്ട്. കൃത്യമായിട്ട് ആ നിയമങ്ങൾ നടപ്പിൽ വരുത്തുക, ആ നടപ്പിൽ വരുത്തുന്നിടത്ത് വരുന്ന വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുകയും മനുഷ്യാവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് അനേകം കമ്മിറ്റികളും ഒക്കെ ഇന്ന് നിലവിലുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് കുട്ടികളുടെ അവകാശങ്ങളാണ്. കുട്ടികളുടെ അവകാശം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള അവകാശം ജീവിക്കാനുള്ള അവകാശമാണ്. മറ്റൊന്നാണ് വിദ്യാഭ്യാസ അവകാശം, സംരക്ഷണ അവകാശം, ആരോഗ്യ പരിചരണ അവകാശം, ശോഷണത്തിൽ നിന്നുള്ള സംരക്ഷണം. ഇത്രയും കാര്യങ്ങളാണ് കുട്ടികൾക്ക് വളരെ പ്രൈമറി ആയിട്ട് ലഭിക്കേണ്ട അവകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം അവകാശങ്ങളെല്ലാം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെന്ത് നിയമങ്ങളാണുള്ളതെന്നാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. ഒന്നാമത്തേത് ഭരണഘടനാപരമായിട്ടുള്ള സംരക്ഷണമാണ്. ഇതില് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 21A പ്രകാരം 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സാർവത്രികവുമായിട്ടുള്ള വിദ്യാഭ്യാസ, സൗജന്യവും നിർബന്ധിതവും ആയിട്ടുള്ള സാർവത്രികമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നുണ്ട്. ഇനി ആർട്ടിക്കിൾ 24 ചൈൽഡ് ലേബർ പ്രൊഹിബിറ്റ് ചെയ്യുന്നതാണ്, അതായത് ബാലവേല നിരോധിക്കുന്ന നിയമമാണ്. ആർട്ടിക്കിൾ 39E(f) കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക വകുപ്പാണ്. ഇനി ഇതില് നമുക്ക് കുട്ടികളുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നിയമങ്ങൾ ഏതൊക്കെയാണെന്നും അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷന്റെ ഇടപെടൽ എന്താണെന്നും ഒക്കെയാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ 2009 ആദ്യത്തെ ആക്ട് ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആദ്യത്തെ ആക്ട് ആണ്. 2009 പാസ്സായിട്ടുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും അതുപോലെ തന്നെ സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന, അതിനെ ഒരു മൗലിക അവകാശമായിട്ടാണ് ഇന്ന്